ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് തന്നെ CPM-ന്റെ ഗുണ്ടകൾ എവിടെയെല്ലാം നമ്മൾ ആളുകളെ അടിച്ചും കുത്തിയും വെട്ടിയും പരിക്കേൽപ്പിച്ചു. കാരണം തലശ്ശേരി ആശുപത്രിയിൽ 10-20 ആളുകൾ കിടക്കുന്നുണ്ട്. അവിടെ ഒരുപാട് ആളുകളെ ഇവർ ആക്രമിച്ചിട്ടുണ്ട്. ഈ അക്രമമൊക്കെ നടത്തിയിട്ടും ഞങ്ങൾ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിച്ചു വന്നു എന്ന് പറയുമ്പോൾ ജനമനസ്സിൽ ഐക്യജനാധിപത്യ മുന്നണിക്കുണ്ടായ ഒരു 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 വിശ്വാസം, നമുക്കതിൻ്റെ ആത്മവിശ്വാസം പകരുകയാണ്. കണ്ണൂർ കോർപ്പറേഷൻ നമ്മൾ നിലനിർത്തിയെന്ന് മാത്രമല്ല, ഒരു ഡിവിഷൻ നമ്മൾ പിടിച്ചെടുത്തു. മുനിസിപ്പാലിറ്റികൾ തിരഞ്ഞെടുപ്പ് നടന്ന 8 മുനിസിപ്പാലിറ്റികളിൽ 3 എണ്ണം ഞങ്ങൾ നിലനിർത്തി, 5 എണ്ണത്തിൽ ഞങ്ങൾ നില മെച്ചപ്പെടുത്തി. എല്ലായിടത്തും നമുക്ക് അനുകൂലമായ റിപ്പോർട്ടാണ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. കാരണം CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷിൻ്റെ സ്വന്തം വാർഡിൽ അത് തോറ്റു, ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ തോറ്റു, ജില്ലാ പഞ്ചായത്തിലും LDF ദയനീയമായി പരാജയപ്പെട്ടു. ഇടതുപക്ഷത്തിൻ്റെ കുറ്റിനാശം വന്നിരിക്കുന്നു കണ്ണൂരിൽ എന്നതാണ് സത്യം. തിരിച്ചു വരാൻ അവർക്കിനി സാധിക്കില്ല. കാരണം ജനങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. എന്തെങ്കിലും വരും, എന്തെങ്കിലും കിട്ടും എന്ന് പ്രതീക്ഷിച്ച ആളുകളെയൊക്കെ മനസ്സിൻ്റെ അകത്ത് അവർ നിരാശപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ഇതുവരെയും CPM-ന്റെ പ്രവർത്തനങ്ങൾ എന്നത് ജനം ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു പ്രതികാര വാഞ്ചയോടുകൂടി വോട്ടവകാശം രേഖപ്പെടുത്തിയതിൻ്റെ റിസൾട്ടാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് മാന്യതയുണ്ടെങ്കിൽ പിണറായി വിജയൻ ഈ ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് രാജിവെക്കണം എന്നതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ജനവിശ്വാസം നഷ്ടപ്പെട്ടൊരു മുഖ്യമന്ത്രിക്ക് നിങ്ങൾ ഒന്നും ഓർക്കേണ്ടത്, തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് വാർഡുകളൊക്കെ ഡിവിഷനുകളും ഒക്കെ ഒരുപാട് റീസെറ്റിൽ ചെയ്യുമ്പോൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി ചെയ്തിട്ട് പോലുമാണ് ഈ റിസൾട്ട്. നിങ്ങൾ ഓർക്കണം, നമ്മളെയൊക്കെ ജയിക്കേണ്ടുന്ന പല വാർഡുകളും കട്ട് ചെയ്ത് അപ്പുറവും ഇപ്പുറവും CPM-ന്റെ കൂടെയിട്ട് പല വാർഡുകളും നമുക്ക് നഷ്ടപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.